ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സമയം ഇപ്പോൾ 11:18. ഉലുവ വെച്ചിട്ടൊരു ഹെയർ പാക്ക് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഉലുവയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കുറച്ച് തുളസിയും വെച്ചിട്ട് അടിച്ചെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറിച്ചു വരാം. മുറ്റത്താണെങ്കിൽ ഇങ്ങനെ നാഗമുള്ള ഇങ്ങനെ പൂത്ത് കിടക്കുവാണ്, ഇങ്ങനെ കൊലകൊലയായി പൂത്തിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് ആര്യവേപ്പില ഉള്ളത്. പിന്നെ അതിൻ്റെ അവിടെ തന്നെ തുളസിയും ഉണ്ട്. പിന്നെ ബാക്കിലാണ്, നമ്മുടെ വീട്ടിന്റെ ബാക്കിലാണ് കറിവേപ്പില. നമുക്ക് പിച്ചിട്ട് വരാം. ഇലകളെല്ലാം നമ്മൾ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിന് പുറമെ ഇതിൻ്റെ അകത്ത് കറ്റാർ വാഴയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കറ്റാർ വാഴയും പിന്നെ ഇത് കുറേ ഉണ്ട്. കറിവേപ്പില കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പ്, പിന്നെ തുളസി ഇതും. പിന്നെ ഇതിൻ്റെ വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യണം കുറച്ച് സാധനങ്ങളെല്ലാം. ചോറ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താലേ നമുക്കൊരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടും ഹെയറിന്. അപ്പൊ ചോറുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം. നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചധികം തന്നെ അലോവേരയും പിന്നെ ഇത് ഇക്കാണെന്ന് ഇതില്ലേ, ഇത് ഡ്രൈഡ് റോസ്മേരിന്റെ ഇതാണ്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇത്ര നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് കഴുകിയിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഇനി ചോറ് വാർത്തിട്ടില്ലേ നമ്മുടെ വീട്ടിലത്തെ, അപ്പം വാർക്കാണ്ട് അത് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. വാർത്തിട്ടില്ല. ഞാൻ ചോറും പിന്നെ നമ്മുടെ പറിച്ചുകൊണ്ടൊന്ന് ഇലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത്. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 പേർക്ക് തേക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ മറ്റന്നാളായിട്ട് തേക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അടിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരണം. എന്നാലാണ് നമ്മുടെ മുടിയിൽ നിൽക്കും. പിന്നെ ഞാനിത് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ തല എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഗൈസ്, ഞാൻ ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാക്ക്, ഞാൻ ഉണ്ടാക്കിയ പാക്ക് ഞാൻ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. കണ്ടു. പിന്നെ നമുക്കൊരു 15 മിനിറ്റ്സ് ഇതിനെ തന്നെ വെക്കാം. എനിക്കിപ്പോ അങ്ങനെ അലർജി പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ ഞാൻ വെക്കുന്നത്. അപ്പം അലർജി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ വേഗം തന്നെ കഴുകി കളയുക. അല്ലെങ്കിൽ തണുപ്പായിരിക്കും. ഉലുവയും ഒക്കെ തണുപ്പുള്ള സാധനമാണ്. നന്നായിട്ട് ആസ്മ ഒക്കെ വരും. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ആസ്മ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല നന്നായിട്ട് വാഷ് ചെയ്യും. അപ്പൊ ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കാണാം. അപ്പൊ 15 മിനിറ്റ്സ് ഞാൻ വിചാരിക്കുന്നു വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്ക് TV കാണാം. ഇനി TV കണ്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഗൈസ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ബാൽക്കണിയിൽ വന്നിട്ട് കുറച്ചു നേരം ബുക്ക് വായിക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തലയിലുള്ള തോർത്ത് കെട്ട് അഴിച്ചിട്ട് എനിക്ക് ബാക്കി റിസൾട്ട് കാണിച്ചു തരാം.
വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അമ്മയും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കട്ടൻ ചായ, നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മുടിയുടെ ഫോട്ടോ വീഡിയോയുടെ സൈഡിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഫോട്ടോ.